റഷ്യ അതിശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇറാന് നൽകിയ വിവരങ്ങൾ പുറത്തു വന്നു. റഷ്യൻ ടൈംസ് തന്നെ ഈ വിഷയം ആധികാരികമായി സ്ഥിരീകരിച്ചുകൊണ്ടാണ് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും റഷ്യയുടെ ഭരണകൂടം നടത്തിയിരിക്കുന്നു, അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ അവരുടെ പറയുന്ന കാര്യം, ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്, ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആണവായുധ ആക്രമണം അല്ലെങ്കിൽ ആണവായുധ മേഖലയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വലിയ നിരീക്ഷണം ഞങ്ങൾ നടത്തുകയാണ്. അവരെ മുച്ചൂടും മുടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. ഏത് മേഖലയിൽ നിന്നാണോ ആക്രമണം വരുന്നത് ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചാക്രമിക്കുകയും അവിടെ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര മേഖലയിൽ ഏതും ശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് റഷ്യയുടെ യുദ്ധവിമാനങ്ങളും പോർ വിമാനങ്ങളും അടക്കമുള്ള സംവിധാനങ്ങൾ ഇറാനിൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. പറയുന്ന കാര്യം ഇതാണ്, ഈ ഉക്രൈനും റഷ്യയുമായും ഗസയും ഇസ്രായേലുമായിട്ടുണ്ടായിരിക്കുന്ന യുദ്ധത്തെ പോലെ സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായിരിക്കുന്ന ഒരു യുദ്ധമല്ല ഇറാന്റെ ഭാഗത്തോളം ഉണ്ടാവുക. അത് അപ്പപ്പോൾ തന്നെ യുദ്ധം ചെയ്തുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തകർക്കുന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന യുദ്ധം നിലക്കാത്ത പ്രവാഹം പോലെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ഏതെങ്കിലും കാലത്ത് സമാധാനപരമായിരിക്കുന്ന ശ്രമവുമായി തങ്ങളുടെ നേരെ വരുമെന്ന് ഒരു കാലത്തും പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ രാജ്യം ചിന്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ തുടർന്നു അതിനെക്കുറിച്ചുള്ള വിവര കാര്യങ്ങളൊക്കെ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉക്രൈൻ അനുകൂലമായിട്ടുണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും റഷ്യ അവിടെ വിജയിച്ച് കയറാത്തതിന്റെ കാരണം. ആ ശത്രുത യഥാർത്ഥത്തിൽ റഷ്യക്ക് അമേരിക്കയോടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ മേഖല സങ്കീർണമാണ്, ഈ മേഖല അപകടകരമാണ്. അതിന്റെ ആ അപകടകരമായിരിക്കുന്ന മേഖലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇസ്രായേലിന്റെ താല്പര്യമാണ്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അമേരിക്കയുടെ താല്പര്യം ലക്ഷ്യവുമാണ് എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. Su-35 വിമാനമാണ് ഇറാനിൽ വാങ്ങിയത് അല്ലെങ്കിൽ ഇറാനിൽ എത്തിയിരിക്കുന്നത് എന്നാണ്. 50 എണ്ണത്തിന്റെ കരാർ വ്യവസ്ഥ പൂർത്തിയായി എന്നുള്ളതും ഏകദേശം 10ഓളം വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട മേഖല, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും വലിയൊരു നിരീക്ഷണം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. അത് ഏറെക്കുറെ യുദ്ധം തുടങ്ങിയത് 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തോടനുബന്ധിച്ച് ഇറാൻ അവരുടെ മേഖല സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാര്യം ഏറ്റവും ഒടുവിൽ ഇത് മറിഞ്ഞ് തിരിഞ്ഞ് ഇറാന് നേരെ വരും എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് നേരെ ഏറ്റവും ഒടുവിൽ വരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതും അതിൽ സംവിധാനിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് സർവ്വ മേഖലയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവുമുള്ള എല്ലാ സർവ്വ മേഖലയുമുള്ള സംയുക്തമായിരിക്കുന്ന സൈനിക വിന്യാസങ്ങളും ആയുധ പരീക്ഷണങ്ങളും ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പല ഘട്ടങ്ങളിൽ 2 പ്രാവശ്യമെങ്കിലും ആണവായുധവുമായി ബന്ധപ്പെട്ട പരീക്ഷണം ഇറാനിൽ നടത്തിയിരിക്കുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂമി കുലുക്കം പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പത്രങ്ങളൊക്കെ എഴുതത് ഭൂമി കുലുക്കം നടന്നു എന്ന ലിറ്റർ സ്കെയിലൊക്കെ വെച്ചുകൊണ്ടാണ് അന്ന് അവർ പറയപ്പെട്ടത്. 2.3 ശക്തമായ രീതിയിലുള്ള ഭൂമി കുലുക്കം അവിടെ നടന്നു എന്ന തരത്തിലുള്ള. പിന്നീട് ആണ് അടിയിൽ ആണവായുധ പരീക്ഷണം ഇറാൻ നടത്തിയതിന്റെ പ്രകമ്പനമാണ് ഭൂമിയുടെ മേൽഭാഗത്തിൽ മേൽത്തട്ടിൽ പ്രകമ്പനം കൊണ്ടത് എന്നാണ് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇത് 2 പ്രാവശ്യം 2 ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സംവിധാന കാര്യങ്ങളും അവർ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഇറാൻ ശത്രുത അത് അവസാനിക്കേണ്ടതാണ്. അത് പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ തങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ആശയപരമായിരിക്കുന്ന ഒരു യുദ്ധം മാത്രമല്ല, ശത്രുതാപരമായിരിക്കുന്ന ഒരു യുദ്ധം കൂടി യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ കാര്യം ഇതാണ്: തങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, തങ്ങൾ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പോവുകയുമില്ല. തങ്ങളുടെ നേരെ ഏത് രാജ്യം വന്നാലും തങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കുകയും ചെയ്യും. അത് ചരിത്രത്തിൽ മുഴുവൻ അങ്ങനെയാണ്. ഇറാഖിനെ പരാമർശിച്ചുകൊണ്ടുള്ള ആ ഭാഗങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇറാഖിനെ തങ്ങൾ ആക്രമിച്ചിട്ടേ ഇല്ല.
ഇറാഖ് തങ്ങളെയായിരുന്നു ആക്രമിച്ചത്, തങ്ങളുടെ ഭൂപ്രദേശമായിരുന്നു പിടിച്ചെടുത്തത്, തങ്ങളുടെ സൈനികർക്ക് നേരെയായിരുന്നു വെടിവെച്ചത്, തങ്ങളുടെ മേഖല ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതിനുള്ള പ്രതികാരവും പ്രതിരോധവുമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്തു എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അവിടെയും പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്ക തങ്ങൾക്കെതിരെ ഇറാഖിനോടൊപ്പം നിന്ന കാര്യങ്ങളും അവർ ഈ കൂട്ടത്തിൽ സ്മരിക്കുകയാണ്. ഏതായിരുന്നാലും റഷ്യയുടെ പൂർണ്ണമായിരിക്കുന്ന സഹായം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള സഹായം ഉക്രൈനെതിരെ റഷ്യക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി സഹായിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാന് ആയുധ ഫാക്ടറികൾ തുറക്കാനുള്ള അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സമാനമായിരിക്കുന്ന സ്ഥിതിയൊക്കെ സിറിയയുടെ അകത്തും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നീട് അടച്ചു പൂട്ടി എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇപ്പോഴും ഇറാന്റെ ആയുധ ഫാക്ടറികൾ സിറിയയുടെ അകത്ത് പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങളും പറയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് പറഞ്ഞു വരുന്ന കാര്യം, റഷ്യയുടെ ആയുധ സംവിധാന കാര്യങ്ങളെല്ലാം ഇറാൻ കൈമാറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ നേരെ ഒരു ആക്രമണം വന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത്. അതിന് പറയുന്ന കാര്യം, ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമിച്ചിരുന്നു. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അപ്പോൾ അതിന് പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വല്ലാത്ത രീതിയിൽ താമസിച്ചു പോയി, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ആലോചിച്ച ശേഷമാണ് അത് ചെയ്തത്. പെട്ടെന്ന് ചെയ്തിട്ടില്ല. കാര്യം ഇതിന്റെ പ്രത്യാക്രമണങ്ങൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് ദിവസം കാത്തുക്കേണ്ടി വന്നു. ഏകദേശം 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയവിടെ ഇറാഖിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേഖലയിലാണ് അവർ ആക്രമണം നടത്തിയത്. അത് അമേരിക്കയിൽ നേരിട്ടാണ്. അപ്പോൾ അമേരിക്കയിൽ നേരിട്ടുകൊണ്ടൊരു ആക്രമണം ആ സമയത്ത് ഇറാഖിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഈ മേഖലയിൽ നിന്ന് തിരിച്ച് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടി വന്നാൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനം ഇറാനും ഒരു കൂട്ടിയാണ്. യൂറോപ്പിലേക്ക് എത്തുന്ന രീതിയിലുള്ള ആയുധ വിന്യാസങ്ങളുടെ സംവിധാനം, മിസൈൽ ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ, മിസൈൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വികസിപ്പിച്ചുകൊണ്ട് പൂർണ്ണ രീതിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതും ആണവായുധ സംവിധാനത്തിന്റെ വൈദൂരം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ആ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതോടൊപ്പം മറ്റൊരു രീതി പറയുന്നത്, അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ സൈനിക മേഖലയെയും താവളത്തെയും തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലാണ്. ഈ മേഖലയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം, ഇറാനെതിരെ ഒരു മിസൈലും ഉയർന്നു പൊന്താൻ പറ്റാത്ത വിധമുള്ള തകർച്ചയും നാശങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനം തങ്ങൾ ഒരു കൂട്ടും. പറയുന്ന സമയത്ത് ഇറാന്റെ ചുറ്റുപാടുള്ള പരമാവധി മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ബേസുകളുണ്ട്, സൈനിക താവളങ്ങളുണ്ട്, സൈനിക വിമാനത്താവളങ്ങളുണ്ട്, എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറാഖിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇറാന് നേരെ അമേരിക്കൻ സൈനികർ കഴിഞ്ഞ പ്രാവശ്യം 2020 കാലഘട്ടത്തിൽ ആക്രമിച്ചുകൊണ്ട് ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയത്. അത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത് ആക്രമണം വരുന്നത് എവിടെയാണ്? ഇറാഖിൽ നിന്നാണ്. ഇറാഖിന്റെ ഗവൺമെന്റ് ആ കാര്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. നിങ്ങൾ, അതായത് അമേരിക്കൻ സൈനികർ ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ആക്രമിക്കരുത്, ഞങ്ങൾക്ക് ശത്രുതയില്ല മറ്റു രാജ്യത്തോടു കൂടി. നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിക്കുന്ന മേഖല ഏതാണോ അവിടേക്ക് തന്നെ തിരിച്ച് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ തങ്ങളുടെ രാജ്യത്തു നിന്നാണ് അക്രമം പോകുന്നത്, തിരിച്ച് തങ്ങളുടെ രാജ്യത്തേക്കാണ് അക്രമം വരികയും ചെയ്യുന്നത്. അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് ജോ ബൈഡനോട് നേരിട്ട് തന്നെ ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രി സംയുക്തമായ രീതിയിൽ പറഞ്ഞതാണ്. 2500ഓളം അമേരിക്കൻ സൈനികരാണ് ഇറാഖിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ രാജ്യം വിട്ടു പോകാനാണ് ഇറാഖ് അഭ്യർത്ഥിച്ചത്. അപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് വരുന്ന കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് സർവ്വ രീതിയിലുള്ള നാശങ്ങൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ അമേരിക്കക്ക് ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് തന്നെ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ആലോചിക്കാത്ത രീതിയിൽ പൊടുന്നതിനുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിട്ട് വിലയിരുത്തുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്ന കാര്യത്തിൽ അമേരിക്കൻ ഇന്റലിജൻസും ഇസ്രായേൽ ഇന്റലിജൻസും പരാജയപ്പെട്ടതാണ്. മാത്രവുമല്ല, മൊസാദ് പോലെയുള്ള രഹസ്യ സംവിധാനങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വേണ്ട രീതിയിൽ ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല. കാര്യം, ഹമാസിന്റെ ആക്രമണത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത അതിർത്തി കാവൽ നിൽക്കുന്ന വിഭാഗമാണ് മൊസാദ് എന്ന് അവർ തന്നെ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. തങ്ങൾക്കെതിരെ ലോകത്തിന്റെ ഏത് മേഖലയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയാലും കണ്ടെത്താനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ചാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അതുപോലെ കണ്ടെത്താൻ പറ്റാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായിരുന്നാലും റഷ്യയും ഇറാനും കൈകോർക്കുന്ന സമയത്ത് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി
ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ ഈ മേഖലയിൽ കാണുന്ന യുദ്ധവുമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കാനും അറിയാനും വേണ്ടി സാധിക്കുന്നതാണ്.